എൻ്റെ ഫോണിൽ ഹായ് ഹായ് അങ്ങനെയൊക്കെ മെസ്സേജ് വന്നിട്ട് അങ്ങനെയാണ് കേട്ടോ ഇവൾ എൻ്റെ ലൈഫിലേക്ക് കയറി വരുന്നത്. ബെസ്റ്റ് ഫ്രണ്ടാന്ന് ചോദിച്ചാൽ ബെസ്റ്റ് ഫ്രണ്ടിനപ്പുറം എന്താ പറയുക, അത്രയും. കാരണം എൻ്റെ ലൈഫ് അറിയാം, എൻ്റെ ജീവിതം അറിയാം, പിന്നെന്താ എൻ്റെ കാര്യങ്ങൾ ഏറ്റവും കാര്യങ്ങൾ നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ എപ്പോഴും വിളിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും വിളിക്കും, ജസ്റ്റ് റീലൊന്ന് അയച്ചു തരും. അപ്പോൾ എനിക്ക് അവളോടുള്ള അവളെവിടെയാ, ജോലിയാണോ തിരക്കാണോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊസസീവായിട്ടൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ എന്നെ ചേർത്ത് നിർത്തി, ഇതൊന്നുമില്ലാതിരുന്ന് എന്നെ ചേർത്ത് നിർത്തിയ ഒരാളാണ് എൻ്റെ ഫ്രണ്ട്. അത് പുറത്താണ്. പിന്നെ അതിലൊക്കെ ഉപരി എൻ്റെ സാഹചര്യങ്ങളും ഒക്കെ അവൾ കേട്ട് കഴിഞ്ഞപ്പം ഇന്ന് വരെ ഒരാളും സഹായിക്കാം, അടി ഞാൻ എന്നെ സഹായിക്കാം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാം എന്ന് ഇന്ന് വരെ ഒരാൾ പോലും വെറും വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം എന്നോട് ആദ്യമായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം തന്നില്ല, തരണമെന്നുമില്ല. അപ്പോൾ പറയാൻ കാണിച്ച ആ ഒരു മനസ്സ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു തവണ ഒറ്റ തവണ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് കണ്ടിട്ടില്ല. പക്ഷെ അവളെ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി കോളിന് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, വിളിക്കാതിരിക്കുന്ന ഇതിനു വേണ്ടി മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഞാനൊരു വ്യക്തി ബിഗ് സീറോയാണ്. ആ സീറോയെ നിന്റെ ഫ്രണ്ടായിട്ട് നീ തിരഞ്ഞെടുത്തതിന് ഒത്തിരി നന്ദി, ഒത്തിരി താങ്ക്സ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിന്നെ, നിന്റെ കോള് മിസ് ചെയ്യുന്നുണ്ട്, നിന്നെ കാണാൻ മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ വരുമ്പോൾ എന്തായാലും നിന്നെ ഞാൻ കാണും, സർപ്രൈസ് ആയിട്ട് ആണെങ്കിലും നീ എന്നെ കാണും. എൻ്റെ വീട് നാട് ഒക്കെ അവർക്കറിയാം. അപ്പോൾ നിനക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നീ വരിക. പിന്നെ അതുപോലെ നീ എന്നോട് കാണിച്ച ആ ഒരു സ്നേഹത്തിന്, നീ എന്നെ ചേർത്ത് നിർത്തുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നീ നിൽക്കുന്ന ലെവല് വേറെ, ഞാൻ നിൽക്കുന്ന ലെവല് വേറെ. അപ്പോൾ ഈ ബിഗ് സീറോയെ എന്നെ എൻ്റെ ഫ്രണ്ടാക്കിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.